എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ സാധാരണ പുതിനയിലേക്ക് നടുമ്പോൾ അതിന് നമുക്ക് ഒരുപാട് വളമൊന്നും വേണ്ട. പിന്നെ അതിൻ്റെ മണ്ണ് നമ്മൾ ശ്രദ്ധിക്കണം, ഇത് ചീഞ്ഞ് പോകാതിരിക്കണം. ഒരുപാട് പേര് പറയുന്നുണ്ട് ഫംഗസ് പോലെയൊക്കെ വന്നിട്ട് പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ട ഒരു വളവും മണ്ണും നമ്മൾ തയ്യാറാക്കേണ്ട വിധം, സാധാരണ നമ്മൾ പുതിനയിലെ ചട്ടിയിലൊക്കെയാണ് നടുന്നതാണെങ്കിൽ പെട്ടെന്ന് വെള്ളം വാർന്നു പോകുന്ന മണ്ണാണ് നമുക്ക് വേണ്ടത്. ഈർപ്പം കൂടുതലുള്ള മണ്ണ് നമുക്ക് പുതിനയിലേക്ക് വേണ്ട. ചകിരിച്ചേറ് കുറഞ്ഞ പോട്ട് മിക്സ് ഉപയോഗിക്കുക. തറയിൽ നടുകയാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല. പക്ഷേ ചട്ടിയിലോ ഗ്രോ ബാഗിലൊക്കെ നടുകയാണെങ്കിൽ വെള്ളം പെട്ടെന്ന് വാർന്നു പോകുന്ന ഡ്രൈ ആയിട്ടുള്ള ചരൽ ചേർന്ന മണ്ണ് നടുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അമിതമായ ചാണകപ്പൊടിയോ ചകിരിച്ചോറോ നമുക്ക് പുതിനയിലേക്ക് ആവശ്യമായിട്ടില്ല. പുതിനയിലേക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം എപ്സം സാൾട്ട് മിക്സ് ചെയ്ത വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. കൂടാതെ തന്നെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് പൊളിപ്പിച്ച വെള്ളവും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അമിതമായ വളങ്ങളൊന്നും തന്നെ പുതിനയിലേക്ക് ആവശ്യമില്ല. എപ്സം സാൾട്ടും വേപ്പൻ പിണ്ണാക്ക് പൊളിപ്പിച്ച വെള്ളവും ഒക്കെ വളരെ നല്ലതാണ്. അതിൻ്റെ തണ്ടിൽ ചെറിയ രീതിയിലുള്ള ഫംഗസ് പിടിക്കാതിരിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക.